നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആദ്യ സമൻസിൽ വീണ ടി ചോദ്യം ചെയ്യലിൽ ഹാജരായില്ല. ഇന്നായിരുന്നു ഹാജരാകേണ്ടിയിരുന്നത്. ആരോഗ്യ പ്രശ്ന കാരണമാണ് ഹാജരാകാതിരുന്നതെന്നും രേഖകളൊക്കെ അഭിഭാഷകൻ മുഖേന നൽകാമെന്നും വീണ അറിയിക്കുകയായിരുന്നു. ED എന്തായാലും ഈ ലീവ് അനുവദിച്ചിട്ടുണ്ട്. ഈ അപേക്ഷ അനുവാദം നൽകിയിട്ടുണ്ട്. ഇനി ഒരു വട്ടവും കൂടി ED സമൻസ് അയക്കും. അത് കഴിഞ്ഞ് വീണ്ടും ഒരു വട്ടം കൂടി സമൻസ് അയക്കും. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? ഇതൊരു ഒളിച്ചു കളിയാണോ? ഈ വിഷയത്തിൽ നമ്മളോട് പ്രതികരിച്ചിരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ രാജേന്ദ്രൻ പന്തളം. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിൽ നിന്ന് വീണ ഒഴിഞ്ഞു മാറിയിരിക്കുകയാണ്. അപ്പോ ഇനി അടുത്ത സമൻസ് അയക്കുന്ന ED വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോ ഇതൊരു ഒഴിഞ്ഞു മാറ്റി ഇതൊരു രക്ഷപ്പെടലാണോ? എങ്ങനെയാണ് സാർ ഇതിനെ വിലയിരുത്തുന്നത്? സംശയം എന്താ? ഒഴിഞ്ഞു മാറുക, ഉത്തരം മുട്ടി, ഉത്തരവൊന്നും പറയാനില്ല. ചോദിക്കുന്ന ചോദ്യങ്ങൾ അതെന്ന് പറഞ്ഞാൽ വെടിയുണ്ടകൾ പോലുള്ള ചോദ്യങ്ങളായിരിക്കും ഇനി വരുന്നത്. ഇനി യാതൊരു വിധമായ ദാക്ഷിണ്യവും ഉണ്ടായിരിക്കില്ല. കാരണം ചുടുകട്ടകൾ കൊണ്ടും അതുപോലെ തന്നെ സിമന്റ് കട്ടകൾ കൊണ്ടുമാണ് CPM നേതൃത്വം വിളിച്ചു വരുത്തിയ കാപ്പ കേസിലെ പ്രതികൾ ഉൾപ്പെടെയുള്ള ഗുണ്ടകൾ അന്ന് വീണ വിജയനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് EDക്ക് നേരെ തിരുവനന്തപുരത്തിട്ട് ആക്രമിച്ച് ഭയപ്പെടുത്തിയത്. അങ്ങനെ ഭയപ്പെടുത്തി അവരെ വിരട്ടാം, അങ്ങനെ അവരും വരാതിരിക്കും ഉള്ള ഒരു വിചാരത്തിൽ വിവരക്കേടിന്റെ പാതാളത്തിൽ കഴിയുന്ന ഗുണ്ടകൾ അങ്ങനെ പ്രവർത്തിച്ചു. ED അവരുടെ സർവ അധികാരവും ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ പ്രധാനപ്പെട്ട രേഖകൾ SFI അല്ല, SFI പോലല്ല, SFIO അവർക്ക് ഈ കാര്യങ്ങൾ രഹസ്യങ്ങളൊക്കെ ശേഖരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്, അധികാരവും ഉണ്ട്. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് കർത്തായിൽ നിന്നും വീണയിൽ നിന്നും എക്സാലോജിക്കിൽ നിന്നും ഒക്കെ സംഭരിച്ച വിവരങ്ങൾ, അതായത് നമ്മളൊന്നും പത്രത്തിലൂടെ വായിക്കാത്ത, നമുക്കൊന്നും കിട്ടാത്ത വിവരങ്ങൾ, അതീവ രഹസ്യ സ്വഭാവമുള്ളവ, അതൊക്കെ ഇപ്പൊ EDയുടെ കസ്റ്റഡിയിലുണ്ട്. അതൊക്കെ വെച്ചാണ് ചോദ്യം ചെയ്യുന്നത്. ചൂളിപ്പൂവും ചമ്മിപ്പൂവും EDയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഉത്തരമില്ലാത്ത വീണ വിജയന് കഴിയില്ല. പണ്ട് മുഖ്യമന്ത്രിയുടെ മകളാണെന്നുള്ള ധാർഷ്ട്യത്തിലാണ് AKG സെന്ററിന്റെ അഡ്രസ് വരെ ദുരുപയോഗം ചെയ്തുകൊണ്ട് അവര് നേരത്തെ കത്തുകൾ അയക്കാൻ ഏർപ്പാടുകൾ ചെയ്തിരുന്നത്. അതുൾപ്പെടെയുള്ള എല്ലാ കള്ളത്തരങ്ങളുടെയും വിവരങ്ങൾ SFIO ശേഖരിച്ചിട്ടുണ്ട്. ഒരു തരത്തിലും കോർപ്പറേറ്റ് നിയമങ്ങൾക്കോ കമ്പനി നിയമങ്ങൾക്കോ സാധൂകരിക്കാനാവാത്ത വിധമുള്ള തെറ്റുകളാണ് ഈ അവിഹിതമായ ധന ഇടപാട് വഴി ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്നുള്ളതാണ്. വളരെ സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ ആണ് അവർ നടത്തുന്നത്. സീരിയസ് ആയിട്ടുള്ള ഫ്രോഡാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതിന്റെ എല്ലാവിധ വിവരങ്ങളും വെച്ചുകൊണ്ടാണ് ചോദ്യം ചെയ്യൽ. ആർക്കും രക്ഷിക്കാൻ കഴിയില്ല വീണയെ. പിണറായി വിജയനെ രക്ഷിക്കാൻ കഴിയില്ല, അതുപോലെ പാർട്ടിക്ക് രക്ഷിക്കാൻ കഴിയില്ല. ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ള തള്ളുന്ന ആൾക്കാർക്കും രക്ഷിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു പഠനത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അതുകൊണ്ടാണ് പോകാതിരിക്കുന്നത്. സീസ് ബൈങ് ടൈം എന്ന് ഇംഗ്ലീഷിൽ പറയും. സമയം ഇങ്ങനെ നീട്ടി വെപ്പിക്കുക. എത്ര വരെ പറ്റും? ഇത് ഞാനൊരു വിദഗ്ധനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഇത് അധികകാലം അങ്ങനെ നീട്ടിവെക്കാൻ പറ്റില്ല. 3 തവണ അവര് പ്രതീക്ഷിക്കുന്നുമുണ്ട്, മാറ്റിവെക്കും ഇവരെ. ഇതെല്ലാം സ്റ്റഡി ചെയ്തിട്ടാണ് അവർ വിളിക്കുന്നത്. 3 തവണ സമൻസ് അയക്കുമ്പോഴും പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് വാറന്റോടുകൂടി പോയി ഇവരെ കസ്റ്റഡിയിലെടുക്കാം, അറസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ കോടതിയുടെ ഒരു അനുമതി വേണോ അതിനെന്ന് തോന്നുന്നു, അതിനൊരു സാങ്കേതികതയുണ്ട്. അതും കൂടി ചെയ്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കോടതി അതിന് തടസ്സം നിൽക്കുകയില്ല. കാരണം അത് നിയമപരമായിട്ടുള്ള ഒരു ബാധ്യതയാണ്, ഭരണഘടനാപരമായിട്ടുള്ള ഒരു നടപടിക്രമങ്ങളെയാണ്. ഒരു രാഷ്ട്രത്തിനെതിരെ കുറ്റം ചെയ്ത, രാഷ്ട്രത്തിന്റെ കോർപ്പറേറ്റ് നിയമങ്ങളിൽ കള്ളം കാണിച്ച ആളിനെ ചീറ്റിംഗ് ആണ്, രാഷ്ട്രത്തിനോടുള്ള ഒരു ചീറ്റിംഗ് ആണ്, പണമിടപാട്. അതാണ് മണി ലോണ്ടറിങ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടുതൽ ഇൻവോൾവ് ചെയ്തില്ല. ആ ചീറ്റിങ്ങിനെ വെറുതെ വിടാനൊന്നും തൽക്കാലം അവരുദ്ദേശിക്കുന്നില്ല. ഒരു നിസ്സാരമായിട്ടുള്ള തുകയല്ല ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ രാജ്യത്തെ പാവപ്പെട്ട യുവാക്കള് ശമ്പളം കുറവായിട്ട് പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന സന്ദർഭത്തിൽ
യാതൊരുവിധമായിട്ടുള്ള തൊഴിൽ പരിചയവും സ്കില്ലുമില്ലാത്ത ഒരാൾ മുഖ്യമന്ത്രിയുടെ മകളാണെന്നുള്ള പേരിൽ ഇങ്ങനെ 12 ലക്ഷം രൂപയുടെ ശമ്പളവും അതിനുശേഷം 3.89 കോടി രൂപയുടെ സമ്പാദ്യവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇത് നമുക്കറിയാവുന്നത്, സാമാന്യ ബുദ്ധി കൊണ്ട് നമുക്കറിയാവുന്നത് പോലെ ഇത് തൊഴിൽപരമായിട്ടുള്ള സംഭാവനകൾക്കുള്ള ഒരു പാരിതോഷികമല്ല, മറിച്ച് എന്തോ അഴിമതി നിറഞ്ഞതും രാഷ്ട്രത്തിന് ദ്രോഹം ചെയ്യുന്നതുമായിട്ടുള്ള പ്രവർത്തികൾക്ക് നേരെ മുഖ്യമന്ത്രി കണ്ണടച്ചതിനുള്ള പ്രതിഫലം അദ്ദേഹത്തിന് നേരിട്ട് കൊടുത്ത് അദ്ദേഹത്തെ അഴിമതിക്കാരാകാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ മകൾക്ക് കൊടുത്ത് സന്തോഷിപ്പിച്ചു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. കോർപ്പറേറ്റ് അഴിമതിയെ കുറിച്ച് എപ്പോഴും വാതോരാതെ സംസാരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്കല്ല, പ്രത്യേകിച്ച് പിണറായി വിജയന് ഇത് മഹാപ്രഹരം തന്നെയാണ്. അത് തുടർന്നു വരുന്ന കമ്മ്യൂണിസ്റ്റ് പാതയെ അപ്പാടെ തുറന്നു കാട്ടുന്ന ഒന്നാണിത്. ഇവരുടെ കോർപ്പറേറ്റ് എതിർപ്പ് ഒരു കാപട്യം മാത്രമാണെന്നുള്ളതിന് തെളിവാണ്. ഇനിയിപ്പോ CPM ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, കേരളത്തിന് അവരെ ഒരു ഗവൺമെന്റിൽ അവരെ രക്ഷിക്കാൻ, അല്ലെങ്കിൽ അവരുടെ ക്രൈംബ്രാഞ്ചിനെയോ അല്ലെങ്കിൽ മറ്റു പോലീസുകാരെയോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ED അറസ്റ്റ് ചെയ്യിപ്പിച്ചനെ അവര്. പക്ഷെ അധികാരം കയ്യിൽ നിന്നും പോയി. അതുകൊണ്ട് ഇപ്പോ ആ തരത്തിൽ ഒരു നേരിടൽ ഇപ്പോൾ നടക്കില്ല. ഇനി ചെയ്യാൻ പോകുന്നത് ഇന്ത്യ മുന്നണിയുടെ അടുത്ത് എന്നിട്ട്, കാരണം ഈ അഴിമതിക്കാരെല്ലാം ഇന്ത്യ മുന്നണിയിലുള്ളവരായാലും അല്ലെങ്കിലും, ഇന്നിപ്പോ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്തു. ഏറ്റവും ഈ രാഷ്ട്രീയ ശത്രുക്കളെ മാത്രമൊന്നും അല്ല ഇങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതൊക്കെ വെറും തട്ടിപ്പ് പറച്ചിലാണ്. അങ്ങനെയുള്ള ആൾക്കാരെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, യാതൊരു വിധമായ നിയന്ത്രണങ്ങളും അവർക്കില്ല എന്നുള്ളതാണ്. ആ രീതിയിൽ അവർ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു, അവരുടെ ഡ്യൂട്ടി അവർ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പൊ അതിനെതിരായിട്ട് ഇന്ത്യ മുന്നണിയെ ഒരുമിപ്പിച്ചു കൊണ്ടുവന്ന് ഇവരിങ്ങനെ ചെയ്യുന്നു, രാഷ്ട്രീയ വിദ്വേഷമാണ്, രാഷ്ട്രീയ പകപോക്കലാണ് എന്നൊക്കെ പറയിപ്പിക്കാനൊരു ദുർബലമായ ശ്രമം. അതും വിജയിക്കാനൊന്നും പോകുന്നില്ല. കാരണം അതിനേക്കാളുള്ള വലിയ പ്രശ്നങ്ങളിൽ അകപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസ് ഇപ്പോൾ, എന്നുള്ള ട്രാപ്പിലായിരിക്കുകയാണ് കോൺഗ്രസ് ഇപ്പോൾ. അവർക്ക് നേരെയും കേസുകളുണ്ട്. അപ്പൊ അതുകൊണ്ടൊന്നും അങ്ങനൊന്നും വിജയിക്കാൻ പോകുന്നില്ല, ഒരു രക്ഷയുമില്ല. ഇത് ചോദ്യം ചെയ്യലുണ്ടാവും. ചോദ്യം ചെയ്യലിൽ മറുപടി കിട്ടാതെ വരുമ്പോൾ കുറ്റപത്രം സമർപ്പിക്കും. കുറ്റപത്രം നേരത്തെ അതിനെ സമർപ്പിച്ചിട്ടുള്ളതാണ്. പുതിയ കുറ്റപത്രം സമർപ്പിക്കും. കാരണം പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, അതിന്റെ അടിസ്ഥാനത്തിൽ ജയിലിൽ പോയി കിടക്കേണ്ട ഒരു കുറ്റം തന്നെയാണ് അതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ഈ കർത്തയും അത് അനുഭവിക്കേണ്ടി വരും. കാരണം കരിമണലിലാണ് കർത്തയുടെ കുറ്റകൃത്യത്തിന്റെ വേരുകൾ സ്ഥിതി ചെയ്യുന്നത്. ആ കരിമണലിനെ റൂട്ടയിലാക്കുകയാണെന്നാണ് കമ്പനി പറയുന്നതെങ്കിലും റൂട്ടയിലല്ലാത്ത പല രൂപങ്ങളിലും ഒരുപക്ഷെ വളരെ 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 രാജ്യദ്രോഹകരമായ രീതിയിൽ അതിന്റെ കൈമാറ്റം ഉണ്ടാവണം. അതുകൊണ്ടാവണം പത്രക്കാർക്ക്, മാധ്യമ മുതലാളിമാർക്ക്, രാഷ്ട്രീയ ദല്ലാൽമാർക്ക്, നേതാക്കൾക്ക്, മാധ്യമ പ്രവർത്തകർക്ക് ഒക്കെ വലിയ തുകകൾ സംഭാവന ചെയ്യാനുള്ള വരുമാനം നമ്മുടെ ആലപ്പാട് മുതലായ മേഖലകളിൽ നിന്ന് മണൽ ഖനനം ചെയ്യുന്ന ഒരു സംവിധാനത്തിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ വൻ അഴിമതി നടത്തണമെങ്കിൽ, വൻ പണം കൊടുക്കണമെങ്കിൽ അതിന്റെ 10 മടങ്ങ് അല്ലെങ്കിൽ 100 ഇരട്ടിയോ ലാഭം ആ കമ്പനി കൊയ്യുന്നുണ്ടാവണം. അങ്ങനെ കൊയ്യുന്നുണ്ടെങ്കിൽ അത് റൂട്ടയിലിനെ അടിസ്ഥാനമാക്കി മാത്രമുള്ള പ്രവർത്തനമല്ല അവിടെ നടക്കുന്നത്. അവിടെ മണ്ണിൽ ധാതു മണലെന്ന് നമ്മൾ പറയുന്ന ഇൽമനൈറ്റ്, മോണസൈറ്റ്, ടൈറ്റാനിയം തുടങ്ങിയ പല വസ്തുക്കളും ഇതിൽ നിന്ന് വേർതിരിച്ച് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ യുറേനിയം സമ്പുഷ്ടീകരണത്തിന് വേണ്ടിയിട്ട് ആ സമയത്ത് ഉപയോഗിക്കേണ്ട ഒരു മൂലകം കൂടി ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് തോറിയം. അപ്പൊ ആ രീതിയിൽ ഇവർ വേർതിരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള രഹസ്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ അന്വേഷണം വരുമ്പോൾ ഇതൊരു ഫൈനാൻഷ്യൽ ക്രൈം എന്നുള്ളതിനപ്പുറം പോയിട്ട് രാജ്യദ്രോഹം എന്നുള്ള കുറ്റങ്ങളിലേക്കൊക്കെ പോകുന്ന മാനങ്ങളുള്ള ഒരു കേസിന്റെ തുടക്കം മാത്രമാണിതെന്നാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന അറിവ്. ആ രീതിയിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങളും കേരളത്തിനോട് തന്നെ പ്രത്യേകിച്ച് ദ്രോഹം, അവിടെയാണ് ആലപ്പാട് ഏരിയയിലാണ് സുനാമി ഏറ്റവും കൂടുതൽ ബാധിച്ച് ഏറ്റവും അധികം കടലിന്റെ ക്ഷോഭം ഉണ്ടായ പ്രദേശമാണ്. അതിപ്പോ അതിന്റെ ആ മണ്ണെന്ന് പറയുന്നത് ഇല്ലാതായി കടൽ കയറി ആക്രമിച്ചിരിക്കുകയാണ്. കടലാക്രമണം ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഒരു നാരോ ബെൽറ്റാണത്. പാരിസ്ഥിതികമായിട്ട് കേരളത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന, കേരളം പോലുള്ള ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ കടലെടുക്കാൻ അധിക സമയം വേണ്ട, അതിനത്രയേ ഉള്ളൂ അതിന്റെ ഒരു വീതിയും
കാര്യങ്ങളുമൊക്കെ വളരെ ചെറിയ, ഇതിനേക്കാൾ വലിയ ദ്വീപുകളൊക്കെ കടൽ ക്ഷോഭത്തിന്റെ ഫലമായിട്ട് ഇല്ലാതായിട്ടുണ്ട്. അപ്പോൾ പാരിസ്ഥിതികമായിട്ട്, രാജ്യദ്രോഹപരമായിട്ട്, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടൊക്കെയുള്ള ക്രൈം ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന വിശാലമായ മാനങ്ങളുള്ള ഒരു കേസിന്റെ തുടക്കമാണ് ഈ തുക എന്ന് പറയുന്നതല്ല പ്രശ്നം, അതിന്റെ പിന്നിൽ നടന്നിട്ടുള്ള കുറ്റകൃത്യങ്ങളിലാണ് ഏറ്റവും വലിയ ശ്രദ്ധേയമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ദേശീയ പ്രാധാന്യമുള്ള ഒരു കേസ്. അപ്പോൾ മറുപടി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് വീണ പോകാത്തത്. ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് കരുതാൻ തക്ക ന്യായമില്ല. ഇറ്റ് ഈസ് ആൻ എക്സ്ക്യൂസ്, ഒരു മുഴുവൻ ന്യായം പറയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ.